എണ്ണിക്ക് മനുഷ്യ, നിങ്ങക്ക് ഉറങ്ങാലോ. ഒരു പണിക്ക് പോവാണ്ട് ഇങ്ങനെ ഉറങ്ങിയും കഴിച്ച് ഇങ്ങനെ കിടന്നാ മതിയല്ലോ. എണ്ണിക്ക് മനുഷ്യ, ഒന്ന് എഴുന്നേറ്റ് കള. നേരെ ഉച്ചയായി. അതെങ്ങനെയാ? ഇഷ്ടത്തിൽ വെയിലടിച്ചാപ്പോൾ എണ്ണിക്കാത്ത മനുഷ്യനാ. മോളെ കൊച്ചോളെ, എനിക്ക് ക്ലാസ്സിന് കൊണ്ടേ. വല്യോളെ എണീക്കടി. എന്റെ കൃഷ്ണ, ഇതെന്തായിരുന്നു? കൊച്ചോളെ, കൊച്ചോളെ, എനിക്കറായില്ലേ? സുഖശായന. വല്യോളെ, വല്യോളെ, ഈ കൊച്ചിതെവിടെ പോയി? എന്റെ കൃഷ്ണ, അലമാര തുറന്നിട്ടിട്ട് ഇവളെവിടെ പോയി? പുതിയ സാരിയും കാണുന്നില്ലല്ലോ. വല്യോളെ, വല്യോളെ, നീ ചതിച്ചല്ലോടി. എന്റെ ദൈവമേ. കൊച്ചോളെ, കൊച്ചോളെ, വല്യോള് പോയടി. എനിക്ക് മനുഷ്യ അങ്ങോട്ട് മുണ്ടെടുത്ത് കൊടുക്ക അങ്ങോട്ട്. കൊച്ചോളെ, കൊച്ചോളെ എഴുന്നേക്കടി. നിങ്ങൾ ഇങ്ങോട്ട് എണീറ്റ് വാ മനുഷ്യ. അയ്യോ, എന്റെ വല്യോളെ കാണുന്നില്ലേ? എന്തോന്നാടി രാവിലെ മനുഷ്യനെ ഒന്നും ഉറങ്ങാനും സമ്മതിക്കുന്നില്ല. വല്യോളെ കാണുന്നില്ല മനുഷ്യ. അവൾ ഇവിടെ എവിടെങ്കിലും കാണും. അവൾ എവിടെ പോരാ? ഇല്ല, ഞാൻ ഇവിടെ എല്ലാം നോക്കിയതല്ലേ. രാവിലെ എന്റെ വലിയ മോളെ കാണുന്നില്ലടി. ഞാനിവിടെ എല്ലാം നോക്കിയതാ. അവൾ ആ സുരേഷിന്റെ കൂടെ പോയി കാണും. എനിക്കറിയായിരുന്നു. ഞാൻ 2-3 തവണ പറഞ്ഞു വിലക്കിയത്. എങ്കി അവള് രക്ഷപ്പെട്ട്. നിങ്ങൾ ഒരു ഒറ്റ അടുത്തരാ മനുഷ്യ ഇതിനൊക്കെ കാരണം. നിങ്ങൾ വേലയ്ക്ക് കൂലിക്ക് പോകുമായിരുന്നു, ഇങ്ങനെയൊക്കെ സംഭവിക്കായിരുന്നോ? എനിക്ക് വേർപൂരുവിന്റെ അസുഖമുള്ള കാര്യം നിനക്ക് അറിഞ്ഞൂടെ എന്റെ രാധാമണി? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അയ്യോ, ഇനി എന്റെ ആങ്ങളമാരോട് ഞാൻ എന്താ പറയുക? അത് മാത്രമേ മിണ്ടരുത്. എന്റെ ആങ്ങളമാര് ഒരു കാക്കാച്ചിന് വകയില്ല. ആങ്ങളമാര് മോളെ, നീ ആ തൊടിലെങ്ങാനും പോയി നോക്കടി. അവൾ അവിടെ കാണാൻ അവള് പുതിയ സാരി എടുത്തോണ്ട് പോയേക്കുന്നത്. അയ്യോ, സാരി എടുത്തോണ്ട് പോയി. സാരി എടുത്തോണ്ട് പോയില്ലായിരുന്നു. ഒരു കുഴപ്പമില്ല. ഇങ്ങ് വരട്ടെ അവള്, ഇങ്ങ് വരട്ടെ. അമ്മയോട് ഞാൻ പറഞ്ഞിരുന്നല്ലേ എന്റെ കുട്ടിയുടെ ശ്രീചയുടെ കല്യാണത്തിന് വന്ന കാര്യം. അതിന് ബ്ലൗസ് തയ്ക്കാൻ ഞാൻ ഷായിത്തയുടെ വീട് വരെ പോയിരുന്നല്ലേ. ഒരു തയ്യൽ മെഷീൻ മേടിച്ചു തരാൻ പറയാൻ നിങ്ങൾ ആരും മേടിച്ചു തരുമോ? എന്നാലും എന്റെ മോളെ നീ തീ ഇറ്റിച്ച് കളഞ്ഞു. രാവിലെ നോക്കിയപ്പോ നിങ്ങൾക്ക് ഭയങ്കര ഉറക്കം. അതുകൊണ്ടല്ലേ പറയാതെ പോയെ? എന്താ പറ്റി ഇപ്പോ? ഈ അമ്മ നിന്നെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞറിയാവോ? നീ ആ സുരേഷ് ചേട്ടന്റെ കൂടെ പോയെന്നവരെ പറഞ്ഞ് അച്ഛനും പറഞ്ഞ. അത് പിന്നെ മോളെ, ഇവിടെ നടന്ന ഈ അണ്ടർ ദ സർക്കംസ്റ്റാൻസ് ഞാൻ വിചാരിച്ചു എന്തായാലും സുരേഷിന്റെ കണ്ടേ തീരുമാനം കേട്ടോ. പണ്ടാരക്കാലി ഒരൊറ്റ കേട്ട്. സുരേഷേ, വല്ലതും നടക്കൂടെ? മാമ പോ മാമ. മനുഷ്യനോട് തീനോണ്ടിരിക്കുമ്പോ അങ്ങേരെ നീ എന്തിനാ വിളിപ്പിച്ചേക്കിയത്? നീ എന്തിനാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? നിനക്കൊന്ന് ഫോൺ ചെയ്താൽ പോരായിരുന്നു. അല്ലെങ്കിൽ ഒരു മെസ്സേജ്. ഇത് മനുഷ്യൻ തിരക്കിന്റെ. നിങ്ങൾക്ക് എന്താ ഇത്ര തിരക്ക്? നീ എന്താ കാര്യം എന്ന് പറഞ്ഞു? സുരേഷ് ഏട്ടാ, നിങ്ങൾക്ക് എന്നോട് അല്പമെങ്കിലും ഇഷ്ടമുണ്ടോ? നീ എന്ത് ചോദ്യമാടി? അതെന്താ ഇപ്പൊ അങ്ങനെ ചോദിക്കാൻ? എന്നാ പിന്നെ എന്നെ കല്യാണം കഴിക്കണം. അത് പിന്നെ ഒരു ജോലിയൊക്കെ കിട്ടിയിട്ട് പോരെ? എപ്പോഴാ? മൂക്കി പല്ല് വരുമ്പോഴോ? എന്താ ഇപ്പോഴത്തെ പ്രശ്നം എന്താന്ന് പറ. വീട്ടിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല സുരേഷ് ഏട്ടാ. ദേ, ഞാൻ വല്ല കടുങ്ങുകയും ചെയ്യും. അതൊന്നും വേണ്ട. മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത്. എടി, 2 തവണയാണ് നിന്നെ ഞാൻ വിളിച്ചിറക്കാൻ വന്നത്. ആ സമയത്തെല്ലാം നിന്റെ അമ്മ എന്നെ വെട്ടുകത്തിയും കൊണ്ട് ഓടിക്കുമായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നപ്പോ തലനാലിഴയ്ക്കാ രക്ഷപ്പെട്ടു. നിങ്ങക്ക് നല്ല തണ്ടും തടിയില്ലേ?
ധൈര്യമായിട്ട് അങ്ങോട്ട് കയറി വരണം. കിടന്നുറങ്ങാൻ നല്ലൊരു വീടുണ്ടല്ലോ. ചേട്ടന്റെ അമ്മ മാത്രല്ലേ ഉള്ളൂ അവിടെ. എന്താ അമ്മയ്ക്ക് എന്നെ ഇഷ്ടാവില്ലേ? പിന്നെ ഒത്തിരി ഇഷ്ടമാ. നമ്മുടെ കല്യാണക്കാരെ ഒരു ദിവസം ഞാൻ പറഞ്ഞു, ഇറങ്ങിക്കോടെ അവിടുന്ന്. അവന് കല്യാണം കഴിക്കണത്രേ. എന്നിട്ട് ഞാൻ തൊഴിലുറപ്പിന് പോയി അവക്ക് കൂടി ചെലവിന് കൊടുക്കണോ? പോത്തിനെ പോലെ വളർന്നല്ലോടാ നീ. വല്ല പണിക്കും പോടാ, എന്നിട്ട് കല്യാണം കഴിക്കേ. ദേ കല്യാണക്കാര്യം പറഞ്ഞ് ഇനി ഇവിടെ വന്നാ ഈ കൊള്ളി കൊണ്ട് കുത്തും ഞാൻ. അത് നടക്കില്ല. എന്നാ പിന്നെ നമുക്ക് മറ്റെവിടെയെങ്കിലും പോയി ജീവിക്കാം. എനിക്കൊരു തയ്യൽ മെഷീൻ വാങ്ങിച്ചു തന്നാ മതി. എന്റെ ഗീത, അതിനൊക്കെ കാശ് വേണ്ടേ? ഇനി അത് ഞാൻ ഉണ്ടാക്കി തരാം. ദേ ആ. ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ കാരണം എന്റെ പഠിത്തം 10ാം ക്ലാസ്സിൽ ഉപേക്ഷിച്ചതാ. അന്ന് മുതൽ ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക. ഞാനൊന്ന് തീരുമാനിച്ചാ വന്നു. എന്ത്? ഈ മാസം 24-ാം തീയതി രാത്രി ഞാൻ റെഡിയായി നിൽക്കും. സുരേഷ് ഏട്ടൻ വരണം വിളിക്കാൻ. അത് പിന്നെ ഒരു പിന്നെയില്ല. രാത്രി 1 മണി. എല്ലാരും നല്ല ഉറക്കായിരിക്കും. പിന്നെ വരാതിരുന്ന ഞാൻ നിങ്ങളുടെ പേര് എഴുതി വെച്ചിട്ട് കിഴക്കേ പറമ്പിൽ പൊട്ടക്കിണറ്റി ചാടും. അതൊന്നും വേണ്ട, ഞാൻ വരും. മിടുക്കൻ. അങ്ങനെ വഴിക്കുക. അപ്പൊ 24-ാം തീയതി രാത്രി 1 മണിക്ക്. ഓക്കെ? ഓക്കെ. അച്ഛാ, നാളെ ബർത്ത്ഡേ ആയിട്ട് എനിക്കെന്താ സ്പെഷ്യല്? മെയ് 25 എന്റെ പുന്നാര മോടെ ബർത്ത്ഡേ ആന്ന് ഈ അച്ഛനെ അറിയത്തില്ലയോ? ടണ്ടടേ. ഓ, ബലൂണ് മാത്രമേ ഉള്ളല്ലേ? ബലൂൺ മാത്രമല്ല, മോടെ അമ്മ മോക്ക് വേണ്ടി എന്തോ സ്പെഷ്യൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ആണോ അമ്മേ? ഓ പിന്നെ നിന്റെ അച്ഛൻ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിരിക്കുവല്ലേ തരാനായി. വല്യേച്ചി, ചേച്ചി എനിക്ക് എന്ത് ഗിഫ്റ്റാ തരിക? നാളെയല്ലേ, എന്തെങ്കിലും തരാം. ആ മതി 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 മതി, എല്ലാവരും പോയി കിടന്ന് ഉറങ്ങ്. രാത്രി ഒരുപാടായി. ബാക്കിയൊക്കെ നമുക്ക് നാളെ നോക്കാം. പോ. കൊച്ചോളെ, കൊച്ചോളെ. ഓ, ആഹാ, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഓ, എനിക്കറിയായിരുന്നു ചേച്ചി രാത്രി ഗിഫ്റ്റ് തരാൻ വരുമെന്ന്. പിന്നെ ഞാനെങ്ങനെ ഉറങ്ങാനാ? എന്റെ ഗിഫ്റ്റ് എവിടെ? ഗിഫ്റ്റ് ആ, ഒരു കാര്യം ചെയ്, നീ ഇത് വെച്ചോ. ഹാപ്പി ബർത്ത്ഡേ മോളെ. താങ്ക് യു ചേച്ചി. നന്നായിട്ട് പഠിക്കണം കേട്ടോ. എനിക്ക് വന്നൊരവസ്ഥ നിനക്ക് ഒരിക്കലും വരരുത്. ചേച്ചി രാത്രി എന്നെ ഉപദേശിക്കാൻ വന്നതാ? ഉപദേശിച്ചതല്ലടി, പറഞ്ഞതാ. മോള് കിടന്നോ? ഉം, ചേച്ചി പോട്ടെ. ഉം. മനുഷ്യ, എനിക്കൊരു വണ്ടി വന്ന് തോന്നുന്നു. എടീ, എടീ നിക്കടി അവിടെ. മനുഷ്യ, ഇവിടെ ഇറങ്ങി പോന്ന നീ നിങ്ങൾ ഒറ്റ കണ്ടില്ലേ? ഇവിടെല്ലാം ഇങ്ങനെ നഷ്ടമായി കളയുന്നു. നിങ്ങൾ ഒറ്റടുത്ത കാരണം ഇതിനെല്ലാം കാരണം. നിങ്ങൾ നീ ജോലി പെട്ടെന്ന് നോക്കി വെച്ചോ. മാറി ഇതിനകത്ത് കേറി ഇരുന്നപ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ? എടീ, എടീ നിക്കടി അവിടെ. ഇവളിതങ്ങോട്ട് പ്രിയപ്പെട്ട വല്യേച്ചിക്ക് അയ്യോ. ഞാൻ പോവുകയാണ്. നിങ്ങൾക്കെല്ലാം വിഷമമാകുമെന്നറിയാം. എനിക്കിന്ന് 18 വയസ്സ് പൂർത്തിയായല്ലോ. വല്യേച്ചിയെ പോലെ വീട്ടിൽ കിടന്ന് മൂത്ത് നരയിക്കാൻ എനിക്ക് വയ്യ. വല്യേച്ചി ആ മോതിരം തന്നത് നന്നായി. സ്കൂളിൽ എൻ്റെ സീനിയർ ആയിരുന്ന PK വിവേകിനൊപ്പമാണ് ഞാൻ ജീവിക്കാനായി പോകുന്നത്. അമ്മയും അച്ഛനും സങ്കടപ്പെടരുതെന്ന് പറയണം. എന്റെ കൊച്ചോള്. അവള് കൊച്ചോളല്ലമ്മേ, അവള് വല്യോളാ.